ദൈവം ചിലത് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. അവൻ നീ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അവൻ നീ ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലെന്ന്. ഇതുവരെ നിന്റെ കയ്യിൽ അത് വന്നിട്ടില്ലെന്ന്. എന്നാൽ ഇത് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം ഒരുക്കിയത് ഒരു കണ്ണും കണ്ടില്ല. ആർക്ക് വേണ്ടി? വിശ്വസിച്ച നിനക്ക് വേണ്ടി, ആശ്രയിച്ച നിനക്ക് വേണ്ടി, ആശിക്കുന്ന നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ അവസ്ഥയുടെ മാറ്റത്തിന് വേണ്ടി, നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിന് വേണ്ടി, നിന്റെ അവസ്ഥ മാറി നീ ശുഭമായി മുമ്പോട്ട് പോകേണ്ടതിന് വേണ്ടി പല വഴിയിൽ സമ്പന്നമാ. നിങ്ങൾ തലയാട്ടത്തെ ഉള്ള സ്വതം പറയത്തില്ലേ? എന്നിട്ട് എവിടെയൊക്കെ ചുറ്റിക്കെട്ടിയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആമേൻ. രക്തം ജയമെടുക്കട്ടെ, രക്തം ജയമെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആത്മാവിന്റെ ശക്തിയും വീര്യവും ആത്മപ്രദർശനം നടക്കുന്ന ഇടത്ത് അത് ജ്വലിക്കും. സ്തോത്രം. ജ്വലനമില്ല, ഉറക്കം. മങ്ങളെയും മയക്കവും അലസതയും ഇട്ട് ആത്മീയ മുന്നേറ്റം തടഞ്ഞിരിക്കുക. അടച്ചും അടുപ്പിക്കാതെയും അനുഭവിപ്പിക്കാതെയും ആഴമായ ചില വേദകൾ ഹൃദയത്തിന്റെ ആഴത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ശത്രുവായ പല വഴി ജാമേ തട്ടി അടച്ചു നിർത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാലോചന. യേശുവിന്റെ നാമത്തിൽ ഒരു മടങ്ങി വരവിന്, ഒരു മനം തിരിവിന്, അടുത്തു വരേണ്ടതിന്, അകലം വിട്ടു പോകുന്ന അനുഭവങ്ങളും വാക്കുകളും ചിന്തകളും മാറ്റി ചവിട്ടി മടങ്ങി വരണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. പ്രസവിപ്പാറായി, പ്രസവിപ്പാൻ ശക്തിയില്ല. എന്താ സ്തോത്രം. ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്നവർക്ക് പ്രസവിക്കാൻ ശക്തിയില്ല. യേശുവിന്റെ നാമത്തിൽ ചിലത് കണ്ണുകൊണ്ട് നിൽക്കാൻ, ചിലത് നീ കയ്യിലെടുക്കും, ചിലത് നീ വഹിക്കും, സ്തോത്രം. ചിലത് നീ നടത്തി എടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചനയായി പറയാം. ചിലത് നീ എടുക്കും. ഇതുവരെ നിന്റെ കയ്യിൽ വരാത്ത ചിലത് നീ എടുക്കും. സ്തോത്രം.